പ്രഖ്യാപിച്ചതു മുതൽ അരവിന്ദ് കെജ്രിവാളും അമിത്ഷായും പരസ്പരം ചളിവാരി എറിയുകയാണ്. 2 ദിവസമായി രൂക്ഷ വിമർശനങ്ങളാണ് ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്നത്. ഇപ്പോഴിതാ ആപ്പിനെ വട്ടപൂജ്യമാക്കിക്കൊണ്ട് വിമർശിച്ചിരിക്കുകയാണ് അമിത്ഷാ. അതായത് ഫെബ്രുവരി 5-ന് ആം ആദ്മി എന്ന ദുരന്ത പാർട്ടിയിൽ നിന്നും ഡൽഹിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ട് നേടാൻ വേണ്ടി കളവുകൾ മാത്രം പറയുന്നയാളാണ് കെജ്രിവാളെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി. ആം ആദ്മി ദുരന്ത പാർട്ടിയാണെന്നും ഡൽഹിയിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ കെജ്രിവാളിന് സാധിച്ചിട്ടില്ലെന്നും ഷാ വിമർശിച്ചു. കെജ്രിവാളിന്റെ ഭരണത്തിന് കീഴിൽ ഡൽഹിയിലെ സ്ഥിതി കൂടുതൽ മോശമായി. 10 വർഷമായി നേരിടുന്ന അഴുക്കുവെള്ളം, വെള്ളപ്പൊക്കം, കെട്ടിക്കിടക്കുന്ന കിണറുകൾ, അവഗണിക്കപ്പെട്ട പൂന്തോട്ടങ്ങൾ, സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ. കെജ്രിവാൾ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശുദ്ധമായ വെള്ളവും ആശ്രയിക്കാൻ ആകുന്ന സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്നും അമിത്ഷാ തുറന്നടിച്ചുകൊണ്ട് ചോദിച്ചു. അതേസമയം BJPക്കെതിരെ ആഞ്ഞടിച്ച് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി. BJPയുടെ കീഴിലുള്ള ഭരണം സാധാരണക്കാരന്റെ പണം കോടിപതികൾക്ക് ലോണായി നൽകുകയാണെന്നും അത് പിന്നീട് കിട്ടാക്കടമായി എഴുതി തള്ളുകയാണെന്നും കെജ്രിവാൾ വിമർശിച്ചു. ഒരു ഭാഗത്ത് BJP പാവങ്ങളുടെ പണം വാങ്ങി കോടിപതികൾക്ക് വായ്പ നൽകി 2-3 വർഷത്തിന് ശേഷം ആ തുക എഴുതി തള്ളും. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണ മാതൃക അതല്ല. ഞങ്ങൾ 24 മണിക്കൂറും പാവങ്ങൾക്ക് വൈദ്യുതി നൽകി, 24 മണിക്കൂർ സൗജന്യ വെള്ളം, മികച്ച പരിചരണം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്ഷേമ മാതൃകയെന്ന് കെജ്രിവാൾ പറഞ്ഞു. അധികാരം ലഭിച്ചാൽ BJP ഇതൊക്കെ നിർത്തലാക്കും. കാരണം അവരുടെ ഭരണ മാതൃകയ്ക്ക് എതിരാണ് ഇതൊക്കെ. ഇക്കാര്യം അവർ പല രീതിയിലും നേതാക്കളിലൂടെയുമെല്ലാം വ്യക്തമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞുവെന്നും കെജ്രിവാൾ ആഞ്ഞടിച്ചു. കഴിഞ്ഞ ദിവസം BJPയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക വിശ്വാസത്തിന്റെ കാര്യമാണെന്നും പൊള്ളയായ വാഗ്ദാനങ്ങളല്ലെന്നും പ്രകടന പത്രികയുടെ വിശ്വാസ്യതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞിരുന്നു. 1.08 ലക്ഷം വ്യക്തികളിൽ നിന്നും 62,000 ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നും ഇത് ജനങ്ങളുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിർണായക വാഗ്ദാനങ്ങളാണ് അമിത്ഷാ പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിരിക്കുന്നത്. തലസ്ഥാനത്ത് അഴിമതിരഹിത ഭരണം ഉറപ്പാക്കും. 1700-ലധികം അനധികൃത കോളനികളുടെ ക്രമപ്പെടുത്തൽ. സീൽ ചെയ്ത 1300 കടകൾ ജുഡീഷ്യൽ അതോറിറ്റി മുഖേന വീണ്ടും തുറക്കൽ. പാട്ടത്തിനെടുത്ത വസ്തുവകകളിൽ താമസിക്കുന്ന പാകിസ്ഥാൻ അഭയാർത്ഥികൾക്ക് ഉടമസ്ഥാവകാശം നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ്. ഇക്കുറിയും ഡൽഹി തൂത്തുവാരുമെന്നാണ് ആം ആദ്മിയും കെജ്രിവാളും അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ 62ഓളം സീറ്റുകൾ നേടിയായിരുന്നു ആം ആദ്മിയുടെ വിജയം. കോൺഗ്രസ് സംഭൂജിരായപ്പോൾ 8 സീറ്റുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നു.